നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ATMൽ പണം നിറയ്ക്കാൻ പോയവർക്ക് നേരെ വെടിയുതിർത്ത് 30 ലക്ഷം റിയാൽ തട്ടിയെടുത്ത യമനി പൗരന്റെ വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കി. കുവൈറ്റിൽ നവജാത ശിശുക്കൾക്ക് സിവിൽ ID നൽകുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ജനന തീയതി മുതൽ 120 ദിവസം വരെ പ്രക്രിയ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നു. ഷാർജയിൽ വ്യാപകമായി വൈദ്യുതി തടസ്സപ്പെട്ടു. പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലും ജനവാസ മേഖലകളിലും ഇന്ന് വ്യാപകമായ രീതിയിൽ വൈദ്യുതി തടസ്സം ഉണ്ടായി. യാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ എയർലൈൻസ്. മുന്നറിയിപ്പില്ലാതെ സർവീസ് വൈകിയതോടെ യാത്രക്കാർ വലഞ്ഞു. അബുദാബി കണ്ണൂർ ഇൻഡിഗോ വിമാനമാണ് വൈകിയത്. കുവൈറ്റിലെ സുലൈബിയ പ്രദേശത്തെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ജനറൽ ഫയർഫോഴ്സും എമർജൻസി മെഡിക്കൽ സർവീസസിന്റെയും ടീമുകളെത്തി തീയണച്ചു. കുവൈറ്റിലെ ഫ്ളാറ്റിൽ കുഴഞ്ഞു വീണ മലയാളി മരിച്ചു. മംഗഫ് ബ്ലോക്ക് 4-ൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിയായ ജിബി ജോർജാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. മലപ്പുറം സ്വദേശിയായ ഷാഹുൽ ഹമീദാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. പ്രവാസി മലയാളി UAEൽ മരിച്ചു. കോഴിക്കോട് സ്വദേശിയായ ജംഷീദാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. ദുബായിൽ ഗ്രാമിന് 500 ദിർഹം കടന്നു.